ഞായറാഴ്ച നിലമ്പൂർ പഴയ ബസ് സ്റ്റാൻഡിന് മുകളിലെ മിനി കോൺഫറൻസ് ഹാളിൽ വെച്ച് നടക്കുന്ന മലപ്പുറം ജില്ലാ ട്രോമാ കെയർ ഒന്നാംഘട്ട വളണ്ടിയർ പരിശീലന ക്ലാസിന്റെ ഡെമോ വാഹന പ്രചരണം വ്യാഴാഴ്ച രാവിലെ 10 മണിക്ക് നിലമ്പൂർ ബസ് സ്റ്റാൻഡിൽ വെച്ച് നിലമ്പൂർ എസ്ഐ തോമസ് കുട്ടി സർ ഉദ്ഘാടനം ചെയ്ത് ആരംഭിച്ച പ്രചരണം പൂക്കോട്ടുംപാടം കരുളായി വഴിക്കടവ് എടക്കര ചുങ്കത്തറ ബസ് സ്റ്റാൻഡ് മർത്തോമ കോളേജ് ചന്തക്കുന്ന് മമ്പാട് എന്നിവിടങ്ങളിലെ പ്രചരണത്തിന് ശേഷം വൈകിട്ട് 7 മണിയോടെ വണ്ടൂരിൽ സമാപിച്ചു. വിവിധ പഞ്ചായത്തുകളിൽ ജനപ്രതിനിധികൾ ഒന്നടങ്കം പ്രചരണത്തോട് സഹകരിക്കുകയും വിവിധയിടങ്ങളിലെ ഉദ്ഘാടനം നിർവഹിക്കുകയും ചെയ്തു. വീട്ടിൽ ഒരു ട്രോമാ കെയർ വോളണ്ടിയർ എന്നത് ആവശ്യത്തിലധികം അത്യാവശ്യമാണെന്ന് മനസ്സിലാക്കിയ പൊതുജനങ്ങളിൽ നിന്നും അനുകൂലമായ നല്ല പ്രതികരണമാണ് ഉണ്ടായത്. എല്ലായിടത്തും വിദ്യാർത്ഥികളും പൊതുജനങ്ങളും തടിച്ചുകൂടുകയും ഉണ്ടായി. മലപ്പുറം ജില്ലാ ട്രോമാ കെയർ ട്രെയിനർമാരായ നൂർ മുഹമ്മദ് മലപ്പുറം, ഷമീർ അലി മലപ്പുറം, ഉബൈദ് കാളികാവ്, സാനിയ വാഴക്കാട്, റംസിയ വാഴക്കാട്, യൂനുസ് രാമങ്കുത്ത്, അഷ്റഫ് വണ്ടൂര്, പി കെ മുജീബ് നിലമ്പൂർ എന്നിവർ നേതൃത്വം നൽകി. നമ്മുടെ വലത് കൈ മുഷ്ടി ചുരുട്ടി ഇങ്ങനെ മറ്റേ കൈ അതിനോട് ചേർത്ത് പിടിക്കുക. എന്നിട്ട് ഉള്ളിലോട്ട് ശക്തിയായിട്ട് അമർത്തുക. ഇൻവേർഡ് ആൻഡ് അപ്വേർഡ് ശക്തിയായിട്ട് അമർത്തി മേലോട്ട് കയറ്റി കൊടുക്കുക. അങ്ങനെ 5 പ്രാവശ്യം ചെയ്യാം. ഇത് മാറി മാറി ചെയ്താൽ ഏത് നെഞ്ചിന്റെ ഭാഗത്തിൽ വയറിന്റെ ഭാഗത്തിൽ സപ്പോർട്ട് കൊടുക്കുക. എന്നിട്ട് ചെയ്യുന്ന എന്താണെന്നോ നമ്മുടെ 2 കൈപ്പറത്തിന്റെ കൈന്റെ ബ്ലേഡിന്റെ ഭാഗം അടിമലായിട്ട് കൈയിന്റെ ഉപ്പൂച്ചി കൊണ്ട് ഈ ഭാഗത്ത് ശക്തിയായിട്ട് 1 2 3 4 5 പ്രാവശ്യം ടെസ്റ്റ് ചെയ്യാണ്. തള്ളിക്കൊടുത്താൽ മതി. ശക്തിയായിട്ട് തള്ളിക്കൊടുത്താൽ ഒരു വിധമുള്ള എല്ലാ ബോഡിയും പുറത്തോട്ടേക്ക് ചാടും. പഠിച്ച മക്കളെ ജീവിതത്തിൽ ഇതൊക്കെയോ ഉപകാരം. ശ്വാസം കൊടുക്കണം. ഒരു നിർബന്ധമില്ല ശ്വാസം കൊടുക്കണം. സാധാരണക്കാരന് ശ്വാസം കൊടുക്കണ്ട. നിങ്ങൾക്ക് അറിയെങ്കിൽ മാത്രം ശ്വാസം കൊടുത്താൽ മതി. എങ്ങനെ ആർക്കൊക്കെ ശ്വാസം കൊടുക്കണം, എവിടെ ശ്വാസം കൊടുക്കണം, ശ്വാസം എന്തുകൊണ്ട് കൊടുക്കണം, ഇതൊക്കെ പഠിക്കണമെങ്കിൽ നിങ്ങൾ ആ ക്ലാസ്സിൽ വരണം. ഈ വരുന്ന ഞായറാഴ്ചയാണ്. നിലമ്പൂർ പഴയ ബസ് സ്റ്റാൻഡാണ്. ഒരു ഞായറാഴ്ച ഒഴിഞ്ഞു നിൽക്കുക. ഞങ്ങളൊക്കെ ജീവിതത്തിന്റെ പകുതി ഭൂരിപക്ഷ ഭാഗം കുടുംബത്തെയും നാടിനെയും മറന്ന് നിങ്ങളെ സേവിക്കാൻ ഇറങ്ങിയവരെ നീലക്കുപ്പായക്കാർ. നിങ്ങൾ കണ്ടല്ലോ, ഞങ്ങൾക്കും ഉണ്ട് കുടുംബം, ഞങ്ങൾക്കും ഉണ്ട് ജോലികള്, എല്ലാ തിരക്കുകളും ഞങ്ങൾക്കും ഉണ്ട്. എല്ലാവർക്കും ദൈവം നമ്പുരാൻ, ഇന്ത്യൻ പ്രധാനമന്ത്രിക്കും എനിക്കും ഈ പാവപ്പെട്ട എനിക്കും നിങ്ങൾക്കൊക്കെ 24 മണിക്കൂർ തന്നെ ഉള്ളൂ. ഇതിനൊക്കെ സമയം നമ്മൾ കണ്ടെത്തിയാൽ നമ്മൾ ചെയ്യുന്നത് ഒരു ജീവിതത്തിന്റെ ഒരു കൈത്താങ്ങാണ്. ഒരു മനുഷ്യന് ജീവൻ കൊടുക്കാൻ പറ്റുക എന്ന് പറഞ്ഞാൽ വലിയൊരു പുണ്യം മക്കളെ. നിങ്ങൾ എവിടെ ദൈവത്തിന്റെ അടുത്ത് പോയാലും ആ പുണ്യം നിങ്ങൾക്ക് കിട്ടൂല. അപ്പൊ ഇത്തരത്തിലുള്ള അറിവ് പഠിക്കാനാണ് നിങ്ങളെ ഞങ്ങൾ ഹൃദയസ്തംഭനം, ഹൃദയം നിന്നുപോയിട്ടുണ്ട്. ഉടനടിയായ ഹൃദയം പ്രവർത്തിപ്പിക്കാൻ വേണ്ട ഫസ്റ്റ് എയ്ഡാണ് CPR. നമ്മൾ ഓമന പേരിൽ അറിയപ്പെടുന്ന CPR, കാർഡിയോ പൾമണറി റിസുസിറ്റേഷൻ. ഹൃദയ ശ്വാസകോശ പുനരുജ്ജീവന പ്രക്രിയ. ഹൃദയത്തെയും ശ്വാസകോശത്തെയും വീണ്ടും പ്രവർത്തിപ്പിക്കുന്ന പ്രക്രിയ. അതാണ് ഇവിടെ ചെയ്യാൻ പോകുന്നത്. അതാണ് അയാൾക്ക് കൊടുക്കേണ്ടത്. ഉടനടി നമ്മുടെ വലത് കൈ, ഏത് കൈയാണ് നമ്മുടെ ബലമുള്ള കൈ, അത് അടിയിൽ വെച്ച് കൈയിന്റെ ഉപ്പൂറ്റിയാണ് മിഡിൽ വെച്ചിട്ട് മറ്റേ കൈ അതിനോട് ചേർത്ത് വിട്ട് ശക്തിയായിട്ട് 2 ഇഞ്ച് ആഴത്തിൽ അയാളെ 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 25 26 27 28 29 30. ആ സഹോദരി ചെയ്തത് കണ്ടോ? 30 പ്രാവശ്യം കംപ്രഷൻ ചെയ്തു. എന്നിട്ട് കുഞ്ഞിന്റെ ഈ മിഡിൽ ഭാഗത്ത് നിപ്പിളിന്റെ 2 നിപ്പിളിന്റെ മിഡിൽ ഭാഗത്ത് ഈ 2 വിരലുകൊണ്ട് ജസ്റ്റ് പ്രസ്റ്റും കൂടി കൊടുത്താൽ ആ കുഞ്ഞ് ഓക്കെ ആവട്ടോ. ഇതൊക്കെ കുഞ്ഞിന് പാല് തൊണ്ടേ കുടുങ്ങിയാൽ, റംബുട്ടാന്റെ കുഞ്ഞ് തൊണ്ടേ കുടുങ്ങിയാൽ ചെയ്യാൻ ഇതൊക്കെ നമ്മൾ എടുത്തുള്ളൂ. ഇത് ചെയ്താൽ മതി. ആ കുഞ്ഞിന് ദൈവം നമ്പുരാന് ആയുസ് വിധിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കൈകൊണ്ട് തിരിച്ചു കിട്ടും. അവിടെ നമ്മൾ ദൈവത്തിന്റെ കരസ്പർശങ്ങളാവും. അപ്പൊ ഇതൊക്കെ പഠിക്കാനാണ് നിങ്ങളെ സഹോദരങ്ങളെ ഞങ്ങൾ വിളിക്കുന്നത്. വേറെ ഒന്നും ഞങ്ങളെയൊക്കെ നിങ്ങൾക്ക് തരാനില്ല. നിങ്ങളെ സേവിക്കാനാണ് ഞങ്ങൾ നീലക്കുപ്പായത്തോട് നടക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നിങ്ങളെയൊക്കെ നന്മ ഉദ്ദേശിച്ച് നിങ്ങളെല്ലാവരും നിങ്ങളുടെ കുടുംബസമേതം എല്ലാവരും നിങ്ങളുടെ കുടുംബ ഗ്രൂപ്പുകളിലൊക്കെ നിങ്ങൾക്ക് തന്നിരിക്കുന്ന നോട്ടീസ് ഒരു ഫോട്ടോ എടുത്ത് കുടുംബ ഗ്രൂപ്പിലൊക്കെ ഇങ്ങനത്തെ ഒരു ക്ലാസ് ഉണ്ട്. നമ്മളെ കുടുംബസമേത ആ ക്ലാസ്സിൽ പങ്കെടുക്കാം. നമുക്ക് കിട്ടുന്ന അറിവാണിത്. നിർബന്ധമായി ഓരോ സഹോദരന്മാരും, ഓരോ ഉപ്പയും ഉമ്മയും മക്കളും അച്ഛനും അമ്മയും എല്ലാവരും ഈ
പരിപാടിയിൽ പങ്കെടുത്ത് ഈ അറിവ് സ്വായത്തമാക്കുക. നമുക്കിത് ഉപകാരപ്പെട്ടോ. വേറെ എത്ര വിവരം നമുക്ക് ഉണ്ടായിട്ട് കാര്യമില്ല. എത്രയോ ഡോക്ടർമാർ വരെ ഇത് അപകടം സംഭവിച്ച് മരണപ്പെടുന്നുണ്ട്. കാരണം അവർക്ക് സ്വയം ഒന്നും ചെയ്യാൻ പറ്റില്ല, ഒപ്പമുള്ളവർ ചെയ്തു കൊടുക്കണം. അപ്പൊ നമ്മൾ പഠിച്ചാൽ നമ്മുടെ ചുറ്റുവട്ടത്തുള്ളവർക്ക് ഉപകാരം ഉണ്ടാവാം. അപ്പൊ ഈ അറിവ് ഒന്ന് പകർന്നു നൽകാൻ നിങ്ങളെ വിളിക്കുന്നത് ഈ വരുന്ന ഞായറാഴ്ചയാണ്. ഒരു ദിവസം ഒന്ന് സമയം കണ്ടെത്തുക. ഈ വരുന്ന ഞായറാഴ്ച നിലമ്പൂർ പഴയ ബസ്റ്റാൻഡ് കെട്ടിടത്തിൽ ഓരോരുത്തരെയും ഭാഗമായി ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം, താങ്ക് യു. KL 71 ന്യൂസ് നിലമ്പൂർ.